കൂടെ again അമ്മ സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈയിടെ കണ്ടപ്പോൾ സുരേഷ് ചേട്ടൻ ഇപ്പോൾ ഈ പൊളിറ്റിക്സും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണേ. അപ്പോൾ ആ കല്യാണത്തിന്റെ സമയത്തെയും ഒക്കെ പറയുമ്പോൾ പറയും, എൻ്റെ വീട്ടിലത്തെ ഒരു കാര്യവും എനിക്കറിയില്ല, എനിക്കൊന്നും അതെല്ലാം രാധികയാണ്, അവള് മാനേജ് ചെയ്യണതാണ്. അന്ന് സുരേഷ് ചേട്ടനും ഒരുപാട് പറയുന്നുണ്ടായിരുന്നു, രാധിക ചിത്ര മനോഹരമായിട്ട്, അതിപ്പം യു ജസ്റ്റ് സെഡ് ഇറ്റ്, അത് ഇത്ര മനോഹരമായിട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് രാധികേച്ചി എനിക്കിപ്പോൾ പേഴ്സണലി അറിയാൻ കൂടെ ചെയ്യാവുന്നത് കൊണ്ട് രാധികേച്ചിനെ കുറിച്ച് നമ്മൾ ഫ്യൂ വേർഡ്സ് പറയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, നമ്മുടെ അറിയാത്ത ഇവരും അറിയണം രാധികേച്ചിയുടെ ഇൻവോൾവ്മെന്റും നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെയും ആ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ലേഡി. പറയൂ. അമ്മയെ പറ്റി പറയുന്നതിന് മുന്നേ ഈ ഒരു ജനറേഷനിൽ എപ്പോഴും ഒരുപാട് പ്രാധാന്യം പോവാത്ത ഒരു കാര്യമുണ്ട്, സാക്രിഫൈസിങ് ഫോർ someone else. ഒരു കല്യാണത്തിൽ മെയിൻലി ഒരു വിവാഹം നടക്കുമ്പോഴത്തേക്കും രണ്ടുപേർക്കും അവരുടെ റോൾസ് ഉണ്ട് ഒരു മാരേജ് സസ്റ്റെയിൻ ചെയ്യാൻ. സുരേഷ് ഗോപി വാസ് ദ പ്രൊവൈഡർ. ഹി വെന്റ് ഔട്ട്, സാക്രിഫൈസ്ഡ് എവറിത്തിങ് ടു പ്രൊവൈഡ്. അതേപോലെ പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുവരുന്ന സസ്റ്റെയിൻ ചെയ്യാൻ അതേപോലെ സാക്രിഫൈസ് ചെയ്ത ഒരാളാണ് രാധിക സുരേഷ്. അമ്മ എല്ലാ കാര്യം കൊണ്ടും സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച ഒരാളാണ് എല്ലാ രീതിയിലും. നമുക്ക് ഒരിക്കലും അച്ഛന്റെ ഒരു പ്രസൻസ് അവിടെ മിസ്സിംഗ് ആണെന്ന് തോന്നിക്കാതിരിക്കാൻ അമ്മയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. സോ സ്പീക്കിംഗ് അബൌട്ട് someone who sacrificed their own life for someone else, be it their own kids. പക്ഷെ ആ സാക്രിഫൈസ് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു ജനറേഷൻ ഒരുപാട് കാണാറുണ്ടോ? എല്ലാവരും അവരുടെ കാര്യം നേടാൻ വേണ്ടി നടക്കുന്ന ഒരു ജനറേഷനില് ഞാൻ കണ്ടു വളർന്നത് എല്ലാം സാക്രിഫൈസ് ചെയ്ത് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിൽക്കുന്ന എൻ്റെ അമ്മയാണ്. അതേപോലെ ഒരു സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഒരാളുടെ മെന്റൽ സ്ട്രെങ്തിനെ മാത്രം കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇഫ് there's anything about my resilience or mental strength or will to push forward, നേരത്തെ ചോദിച്ച പോലെ സിനിമയിൽ എനിക്ക് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അതിനൊരു ഉത്തരം തരാനോ അതേപോലെ ഒരു പെർസ്പെക്റ്റീവിൽ ആലോചിക്കാനോ ഉള്ള ശേഷിയും വിവരവും തന്നത് എൻ്റെ അമ്മ തന്നെയാണ്. ഓക്കേ, ബ്യൂട്ടിഫുൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രാധികേച്ചി ഇപ്പൊ സുരേഷ് ചേട്ടന്റെ അപ്സും ഡൗണും ഈ ആ ഒരു ഫേസ് എല്ലാം കൂടെ നിന്ന് കണ്ടതാണ് അല്ലേ? നിങ്ങൾ അന്നേരം കുറച്ചും കൂടെ കിഡ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്നിപ്പോ ആ ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഗോകുൽ മൂവിയിലേക്ക് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാധവ് വരുന്നു. നിങ്ങളിപ്പോ ഇത്രയും വലിയ കുട്ടികളായി. അപ്പം അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വൈസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടാവും. എന്നാലും അച്ഛന്റെ പ്ലസും മൈനസും കണ്ടു വളർന്ന, എങ്ങനെയാണ് ഇതെന്നൊക്കെ കണ്ട ഒരു അമ്മയുണ്ടല്ലോ. അപ്പൊ അമ്മയുടെ വക എന്തൊരു അഡ്വൈസ് ആയിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഗോകുലിനാണെങ്കിലും മാധവിനാണെങ്കിലും? വളരെ ഓണസ്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ അമ്മയ്ക്ക് നമ്മൾ 4 മക്കളുടെയും അക്കാഡമിക് എക്സലൻസ് എന്ന് പറയത്തില്ല, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നിർബന്ധമായിരുന്നു. നമ്മുടെ എഡ്യൂക്കേഷന് ഒരുപാട് പ്രാധാന്യം അമ്മയും അച്ഛനും നൽകിയിട്ടുണ്ട്. പക്ഷെ ആക്റ്റീവ്ലി വീട്ടിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന അമ്മ ആയതുകൊണ്ട് അമ്മ അത് നമ്മുടെ ഒരു കോറിൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ മാസ്റ്റേഴ്സ് എടുത്ത് PhD ചെയ്ത ആൾക്കാരൊന്നും അല്ല. അക്കാഡമിക്കലി എല്ലാവരും അവരുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. അമ്മയുടെ അടുത്ത് ഇന്ന് ചോദിക്കുകയാണ്, മകനെ ആക്ടർ ആയിട്ട് കാണണോ അതൊരു ഓഫീസിൽ ജോലി ചെയ്ത് കാണണോ? അമ്മ തീർച്ചയായിട്ടും ഓഫീസിൽ ജോലി ചെയ്യുന്നതേ പറയത്തുള്ളൂ. അതേപോലെ ഒരു കരിയറിന് അതിൻ്റെതായ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഐ കൻ ബി വെരി ഓണസ്റ്റ് അബൌട്ട് ദിസ് പ്രൊഫഷൻ. ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. വേറൊരാളുടെ പെർസ്പെക്റ്റീവ് കൊണ്ട് പലപ്പോഴും സക്സസ്ഫുൾ ആവുന്ന ഇൻഡിവിജ്വൽസ് ഉള്ള ഒരു കരിയറാണ്. പ്രേക്ഷകരാണ് ആക്ടേഴ്സിനെയും സക്സസ്ഫുൾ ആക്ടേഴ്സിനെയും സൂപ്പർ സ്റ്റാർസിനെയും ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരാൾ എത്ര പണിയെടുത്താലും ആ പണി എങ്ങനെ ആൾക്കാർ സ്വീകരിക്കുന്നു, അതിലൂടെ മാത്രമാണ് ഒരു കരിയറിന്റെ സക്സസ് ലെവലോ അല്ലെ ഒരു ഇൻഡിവിജ്വലിന്റെ സക്സസ് ലെവലോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആപ്ലിക്കബിൾ ആവുന്നത്. അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ഒരു പാരന്റ് ആൻഡ് ലൈക്ക് ബോത്ത് പാരന്റ്സിന് എപ്പോഴും അവരുടെ മക്കള് ഒരു സ്റ്റേബിൾ കരിയർ, ഒരു സ്റ്റേബിൾ ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കാണുമല്ലോ. അത് എന്നും പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ആളാണ് അമ്മ.